തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന CPM-ന്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളിലും അതിശക്തമായ വിമർശന ശരങ്ങൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിമർശനങ്ങളെല്ലാം പാഞ്ഞു പോകുന്നത് MV ഗോവിന്ദനെയും പിണറായി വിജയനെയും ലക്ഷ്യം വെച്ചാണ്. പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം സ്വീകരിച്ചത് തൃക്കരിപ്പൂരിലെ സഖാക്കളാണ്. തൃക്കരിപ്പൂർ നിയമസഭാ നിയോജക മണ്ഡലം കാസർഗോഡ് ജില്ലയുടെ ഭാഗമാണെങ്കിലും ഇത്രയും കാലം CPM-നെ മാത്രം ഭരിച്ച ചുവന്ന കോട്ട എന്ന പരിവേഷം ചാർത്തപ്പെട്ട തൃക്കരിപ്പൂരിൽ CPM-ന്റെ APP മുസ്തഫ പരാജയപ്പെടാനുള്ള കാരണം കാസർഗോഡ് ജില്ലയിലെ CPM-ന്റെ നേതൃത്വത്തിന് സംഭവിച്ച പിഴയല്ല, മറിച്ച് അത് കണ്ണൂർ ജില്ലയിൽ നിന്ന് ആഞ്ഞു വീശിയ CPM വിരുദ്ധ കൊടുങ്കാറ്റാണ് എന്ന് തൃക്കരിപ്പൂരിലെ സഖാക്കൾ വിധിയെഴുതിയിരിക്കുന്നു. അവർ പറഞ്ഞിരിക്കുന്നത് അമൂൽ ബേബിയായ KK രാഗേഷ് എന്ന കണ്ണൂർ ജില്ലാ CPM-ന്റെ സെക്രട്ടറിയാണ് ഈ പരാജയങ്ങൾക്കെല്ലാം കാരണം എന്നാണ്. ഒട്ടും പക്വമതിയല്ലാത്ത ഒരു ജില്ലാ സെക്രട്ടറി ഇനി എത്ര നാൾ ആ കസേരയിൽ ഇരിക്കുന്നുവോ അത്ര വേഗത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലംപരിശാകുമെന്ന് തൃക്കരിപ്പൂരിലെ സഖാക്കൾ വിധിയെഴുതുകയാണ്. യഥാർത്ഥത്തിൽ ഇത് കണ്ണൂർ ജില്ലയിൽ സംഭവിച്ചത് തന്നെയാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുകയാണ്. പക്വതയില്ലാത്ത പ്രസ്താവനകൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുക, ഉത്തരവാദിത്വമില്ലാത്ത രീതിയിൽ പുതിയ കാലത്തിനും ലോകത്തിനും ചേരാത്ത പ്രസ്താവനകളിലൂടെ പൂർവകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പാരമ്പര്യം പേറാൻ KK രാഗേഷ് പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുന്ന അപകടകരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കണ്ടത്. ആ കാഴ്ച ഏറ്റവും നന്നായി അദ്ദേഹം വിനിയോഗിച്ചത് പയ്യന്നൂരിലാണ്. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ആരോപണം നിലനിന്ന ഒരു ഘട്ടത്തിൽ അവിടുത്തെ അന്നത്തെ MLA ആയിരുന്ന TI മധുസൂദനനെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ 55,000 സഖാക്കൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കുഞ്ഞികൃഷ്ണനു പകരം ഒരു CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാമായിരുന്നു എന്ന് സഖാക്കൾ വിലയിരുത്തുന്നു. MV ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൻ്റെ മണ്ണിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിന് പകരം CPM-ലെ തന്നെ മറ്റ് മുതിർന്നവരും ചെറുപ്പക്കാരുമായിട്ടുള്ള എത്രയോ നേതാക്കൾ ഉണ്ടായപ്പോൾ അവരിൽ നിന്ന് ആരെയെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് TK ഗോവിന്ദൻ മാസ്റ്റർ MLA ആകില്ല എന്നാണ് തൃക്കരിപ്പൂരിലെ സഖാക്കൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ആരോപണം ഒരു അമൂൽ ബേബി മാത്രമാണ് രാഗേഷ്. അദ്ദേഹത്തിന് CPM-നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, CPM-ന്റെ സംഘടനാപരമായിട്ടുള്ള മികവിനെ ഉയർത്തിക്കാണിക്കാൻ സാധിക്കില്ല എന്നാണ്. ജില്ലയിലെ CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാർ, പ്രത്യേകിച്ചിട്ട് ശ്രീ P ജയരാജൻ, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള നീക്കങ്ങളാണ് രാഗേഷിനെ പോലുള്ള ചെറുപ്പക്കാരായ ഒരുപറ്റം CPM നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടായത്. കണ്ണൂർ ജില്ലയിലെ ചന്താരകം എന്നതിനപ്പുറം കേരളക്കരയിലാകെ വിപ്ലവ വീര്യത്തിൻ്റെ പോരാളിയായി ഒരു കാലഘട്ടം നിറഞ്ഞാടിയ P ജയരാജനെ ഒന്നുമല്ലാതാക്കി മാറ്റി മൂലക്കിരുത്തിയതിൽ, പിണറായിക്ക് ഉപദേശം നൽകിയതിൽ പ്രമുഖനാണ് KK രാഗേഷ് എന്നുള്ള ഏറ്റവും വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. EP ജയരാജനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു നേതാവിനെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിലേക്ക് അടുപ്പിക്കാതെ നിർത്തിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ രാഗേഷാണ്. രാഗേഷിന് ആകെ കൂടിയുണ്ടായിരുന്ന കരുത്ത് പിണറായി വിജയനുമായിട്ടുള്ള ആത്മബന്ധമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളിയായി പ്രവർത്തിച്ചത് രാഗേഷാണ്. ആ രാഗേഷിനോട് പിണറായി വിജയനുള്ള സ്നേഹവും വാത്സല്യവും എത്രത്തോളം വലുതാണ് എന്ന് പല ആളുകൾക്കും അറിയാം. അതുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ ഒരിക്കലും വിജയിക്കില്ല എന്ന ഘട്ടം വന്നപ്പോൾ KK രാഗേഷിനെ രാജ്യസഭയിലേക്ക് പറഞ്ഞയക്കാൻ പിണറായി വിജയൻ തയ്യാറായത്. ആ KK രാഗേഷിൻ്റെ രാജ്യസഭാ കാലാവധി പൂർത്തിയായപ്പോഴാണ് വീണ്ടും കണ്ണൂർ ജില്ല പോലുള്ള ഒരു ജില്ലയിലേക്ക് കൊണ്ടുവന്ന് ആ ജില്ലയുടെ ഏറ്റവും വലിയ പരമാധികാരിയാക്കി മാറ്റിയത്. ഈ രാജ്യത്തെ CPM-നെ സംബന്ധിച്ച് തന്നെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് കോട്ടകോത്തളം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മണ്ണിൻ്റെ പേരാണ് കണ്ണൂർ. ആ കണ്ണൂരിലെ പിണറായി പാറയിലാണ്
1924 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവികൊള്ളുന്നത്. ആ കണ്ണൂരിൻ്റെ ഗ്രാമവീഥികളിലാകെ ചുവപ്പൻ വിപ്ലവം ആ കാലഘട്ടത്തിൽ തന്നെ ആഞ്ഞടിച്ചു. പക്ഷേ ആ കണ്ണൂരിലെ സഖാക്കൾ കണ്ണൂരിൽ ചേർന്നാൽ ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരത്ത് വന്നു ചേർന്നാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഡൽഹിയിൽ പോയി യോഗം ചേർന്നാൽ അത് പോളിറ്റ് ബ്യൂറോ എന്ന രീതിയിലേക്ക് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ തട്ടകമായി വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ജില്ലയിലെ അന്തകനായി അമോൽ ബേബിയായ കെ രാഗേഷ് മാറി എന്ന് സഖാക്കൾ തന്നെ വിധിയെഴുതാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ സമാരംഭം കുറിച്ചതാകട്ടെ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു നിന്ന്, അതും കണ്ണൂർ ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ EK നായനാരെ പോലുള്ള ആളുകൾ മത്സരിച്ച, നീലേശ്വരം എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമുണ്ടായപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാട് മത്സരിച്ച അതേ തൃക്കരിപ്പൂരിൻ്റെ മണ്ണിൽ നിന്നാണ് ഇത്രയും വലിയ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ആരോപണങ്ങളെയെല്ലാം ശരിവെക്കാൻ കഴിയുന്ന ഒരു നേതൃസഞ്ചയം CPM-ന്റെ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായാൽ സ്വാഭാവികമായും ഇനി ഉരുളാൻ വേണ്ടി പോകുന്ന തല അത് കെ രാഗേഷിൻ്റെതായിരിക്കും. ഇനി ഒരിക്കലും CPM-ന്റെ ഒരു നേതൃപദവിയിലേക്ക് വരാൻ കഴിയാത്ത രീതിയിലുള്ള അപകടത്തിൻ്റെ ആഴങ്ങളിലാണ് ഇപ്പോൾ കെ രാഗേഷ് നിൽക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.